പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇംഗ്ലീഷിൽ ഫൈനലി ബ്രദറൻ, ഫെയർവെൽ, ബി പെർഫെക്റ്റ്, ബി ഓഫ് ഗുഡ് കംഫോർട്ട്, ബി ഓഫ് വൺ മൈൻഡ്, live in peace, and the God of love and peace shall be with you. ഞാനിത് ഇംഗ്ലീഷിലും ഇതിൻ്റെ മലയാളത്തിലും കൂടെ വായിക്കുവാനുള്ള കാരണം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ചില പദങ്ങൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധന്യനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വാക്യത്തിൻ്റെ പ്രധാന മർമ്മം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇതിൽ ഈ പ്രഭാതത്തിൽ നമ്മളുമായി ഒരുമിച്ച് ചിന്തിക്കുന്ന ചില പദങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ കാണുവാൻ പോകുന്ന ചില പദങ്ങൾ സന്തോഷിപ്പി, യഥാസ്ഥാനപ്പെടുവി എന്നുള്ള ചില പദങ്ങളാണ്. അതിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ബ്രദറൻ, ഫെയർവെൽ, ബി പെർഫെക്റ്റ്, ബി ഓഫ് ഗുഡ് കംഫർട്ട്, ബി ഓഫ് വൺ മൈൻഡ്, ലിവ് ഇൻ പീസ് എന്നാണ്. അതിൽ സന്തോഷിക്കുക. എങ്ങനെയാണ് ഒരുവൻ സന്തോഷിക്കുന്നത്? സന്തോഷത്തിൻ്റെ മൂലഘടകങ്ങൾ എന്താണ്? സന്തോഷം എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിലും സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകത്തുക എന്ന് പറഞ്ഞത് 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പി എന്നാണ്. അപ്പൊ സന്തോഷത്തിൻ്റെ ഒരു ഘടകം എല്ലാവരും ഐക്യമത്യപ്പെടുക എന്നുള്ളതാണ്. ഐക്യമത്യം മാത്രമല്ല, അതിൽ സഹതാപം ഉണ്ടായിരിക്കണം, സഹോദര പ്രീതി ഉണ്ടായിരിക്കണം, മനസ്സലിവുണ്ടായിരിക്കണം, വിനയം ഉള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള ഒരുവൻ ആണ് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആ പൂർണ്ണത അനുഭവിക്കുന്നത്. ഇനി സന്തോഷത്തിൻ്റെ മറ്റൊരു ഘടകം 1 പത്രോസ് 3:11 വായിക്കുന്നത്: അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. അപ്പൊ സന്തോഷത്തിൻ്റെ കാതലായ ഒരു തത്വം എന്ന് പറയുന്നത് ദോഷം വിട്ടകലുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നുള്ളതാണ്. സമാധാനവും സന്തോഷവും ഒരുപോലെ ഒരേ തട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എന്താണ്? വീണ്ടും 2 കൊരിന്ത്യർ 13:9 നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ബലഹീനരാകുമ്പോൾ, മറ്റുള്ളവർ ശക്തരാകുമ്പോൾ അവരെ കണ്ട് അസൂയപ്പെടുകയല്ല നമ്മുടെ
രീതി. മറിച്ച് അവർ ശക്തരായിരിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ ബലഹീനതയുള്ളവരായിരിക്കാം, നമ്മൾ ഒരുപാട് താഴ്ച അനുഭവിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ വേദന അനുഭവിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ നിരാശയുടെ അടിത്തട്ടിൽ കൂടെ പോകുന്നവരായിരിക്കാം. എന്നാൽ സന്തോഷത്തിൻ്റെ ഒരു പരിപൂർണത നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ, മറ്റുള്ളവൻ്റെ നന്മയിൽ, മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൽ കണ്ണുകടിക്കുന്നവർ ആകരുത്. അങ്ങനെയായാൽ പലപ്പോഴും നമ്മുടെ സന്തോഷം ഇല്ലാതായി തീരുകയാണ്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കണം. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിപ്പാൻ, മറ്റുള്ളവരുടെ അനുഗ്രഹം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കൂട്ടായ്മ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ അകത്ത് അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നറിയാമോ? നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരായി തീരുവാനിടയായിത്തീരും. അങ്ങനെ സൽഗുണപൂർണരായി തീരുന്നവർക്ക് സമാധാനത്തിൻ്റെ ദൈവം നമുക്ക് വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. ആകയാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും നന്മകളും വരുന്നില്ലേ? മറ്റുള്ളവൻ്റെ ഉയർച്ചയെ കണ്ടുകൊണ്ട് പലപ്പോഴും അസൂയപ്പെട്ടിട്ട് ഞാനും നിങ്ങളും നമുക്ക് ലഭിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും അത് പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുമ്പോൾ, ഈ പ്രഭാതത്തിൽ മറ്റുള്ളവരുടെ നന്മകളെ ആഗ്രഹിച്ചുകൊണ്ട്, അവരെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ ഉയർച്ചയിൽ സന്തോഷമുള്ളവരായി മാറുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും സന്തോഷങ്ങളും പ്രബോധങ്ങളും ഉണ്ട് എന്ന് നാം വായിക്കുന്നത് പോലെ ആ സന്തോഷത്തിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.